അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഭാര്യയ്ക്കും താങ്ങാൻ പറ്റാത്തതാണ് ഭർത്താവിന് തന്നോടുള്ള അകൽച്ചയും പിണക്കവും. ഇന്ന് ഒട്ടുമിക്ക കുടുംബങ്ങളും ഡിവോഴ്സിന്റെ വക്കിലാണ്. പരസ്പരമുള്ള സ്നേഹക്കുറവും വാശിയും പല പല തെറ്റിദ്ധാരണകളും ഒക്കെയാണ് ഇതിനുള്ള കാരണം. ചില ഭർത്താക്കന്മാരാവട്ടെ സ്വന്തം ഉമ്മയുടെയും പെങ്ങന്മാരുടെയും വാക്കുകേട്ട് തന്റെ ഭാര്യയെ വെറുക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു. മറ്റു ചിലർ ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിന് പോലും കൊടുക്കാതെയും അവരുടെ കാര്യങ്ങൾ ഒന്നും അന്വേഷിക്കാതെയും തള്ളിപ്പറയുന്നു. ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഭാര്യ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഭർത്താവിന്റെ മനസ്സു മാറി സ്നേഹത്തോടെ നിങ്ങളോട് അദ്ദേഹം പെരുമാറുകയും നിങ്ങളുമായുള്ള അകൽച്ച കുറയുന്നതുമാണ്. ഇതിനായി ആദ്യം തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും 11 സ്വലാത്ത് ചൊല്ലുക. ശേഷം യാ അതൂഫു സുൽ ഖുവ്വത്തിൽ മതീൻ ഇദിഫ് അലയ്യ ഖൽബ. ശേഷം നിങ്ങളുടെ ഭർത്താവിന്റെ പേര് എന്താണോ അത് ഇവിടെ പറയുക. ഉദാഹരണത്തിന് നിങ്ങളുടെ ഭർത്താവിന്റെ പേര് ഷെഫീഖ് എന്നാണെങ്കിൽ യാ അതൂഫു സുൽ ഖുവ്വത്തിൽ മതീൻ ഇദിഫ് അലയ്യ ഖൽബ ഷെഫീഖ് ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്നിട്ട് പറയുക. ഈ ദിക്റിന് നിങ്ങൾ 111 തവണയോ അല്ലെങ്കിൽ 313 തവണയോ ചൊല്ലുക. ഒറ്റയിരുപ്പിനെ ചൊല്ലുന്നതാണ് ഉത്തമം. ശേഷം വീണ്ടും നബിതങ്ങളുടെ പേർ 11 സ്വലാത്ത് കൂടി ചൊല്ലി നിങ്ങളുടെ മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മൂലം നിങ്ങളുടെ ഭർത്താവിന് നിങ്ങളോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹത്തിലും പരസ്പരം വിശ്വാസത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവും മക്കളോടുമൊത്ത് സന്തോഷമായി ജീവിക്കാൻ സാധിക്കുന്നതാണ്. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.